മൃദു ലംഘനം, അതായത് ചെറുതായിട്ട് ശോഷിപ്പിക്കണം. മനസ്സിലായോ? അതായത് ആ കെട്ടിക്കിടക്കുന്ന ആമാവസ്ഥയും വർദ്ധിച്ചിരിക്കുന്ന കഫവും ഒക്കെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ കെട്ടിക്കിടന്ന് ദഹനശക്തി കുറയ്ക്കുന്നുണ്ട്, ജഠരാഗ്നിയുടെ ബലത്തെ കുറയ്ക്കുന്നുണ്ട്, അതുവഴി ഇൻഡൈജഷൻ ഉണ്ടാക്കുന്നുണ്ട്, ആമാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്, മെലിഞ്ഞിരിക്കുന്നവരായാലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വയറിനൊന്ന് ശുദ്ധി വരുത്തണം. അതിനായിട്ട് ക്രിമികരങ്ങളായ ഔഷധങ്ങൾ ശീലിക്കണം. അതുപോലെ വയറിളക്കാം, വയർ കഴുകി വൃത്തിയാക്കുന്നത് നല്ലതാണ്. അതിനായിട്ടുള്ള വിരേചന ഔഷധങ്ങൾ നിശ്ചയിക്കണം. അതിനുശേഷം അഗ്നിദീപ്തികരങ്ങളായ ആഹാരവിഹാരങ്ങൾ, അതായത് ഈ രസം, സംഭാരം, കാച്ചിയ മോര്, ഇഞ്ചിയും ശർക്കരയും കൂടെ കഴിക്കുന്നത്, ഇതൊക്കെ നല്ലതാണ് വിശപ്പില്ലെങ്കിൽ. അതിനുശേഷം വിശപ്പ് വർദ്ധിപ്പിക്കുന്ന ഇത്തരം ചിട്ടകൾ ശീലിക്കണം. അപ്പൊ അതിനായിട്ട് പിപ്പില്യാസവും, ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, അഭയാരിഷ്ടം, അമൃതാരിഷ്ടം, അഗ്നിദ്രാവകം, ഇങ്ങനെ പല പല ഔഷധങ്ങളുണ്ട്. അത് നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് ഒരു ഡോക്ടർ നിശ്ചയിച്ചോളും. ഓക്കെ, അത് നിശ്ചയിക്കണം. അപ്പൊ അങ്ങനെ വിശപ്പ് ഉണ്ടാക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇത്തരം സംഗതികൾ കഴിക്കാനായിട്ട്. അതിന്റെ കൂടെ നമ്മൾ ഓരോരോ അവസ്ഥയ്ക്ക് അനുസരിച്ച് അജമാംസരസായനോ, അശ്വഗന്ധാദിലേക്കോ, അജാശ്വഗന്ധാദിലേക്കോ, ചവനപ്രാശോ, അട്ടിൻ ബ്രാത്തോ ഒക്കെ നിശ്ചയിക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞതെല്ലാം ആദ്യമേ വാങ്ങി കഴിക്കുക. ഈ പറഞ്ഞ ഭക്ഷണം